സിറ്റി കയറില്ല ബ്രോ. സിറ്റി കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പറഞ്ഞിട്ട് ഞാൻ കയറുള്ളൂ സിറ്റിയിലും ഇതിലും ഒക്കെ. എന്ത് വന്നാലും എന്റെ അമ്മോ എവിടുന്നൊക്കെ എന്തൊക്കെയാണ് നമ്മുടെയൊക്കെ തലേ വരുന്നതെന്ന് മനസ്സിലാവണല്ലോ ഏട്ടാ. സത്യം പറഞ്ഞ എന്റെ അമ്മോ നമുക്ക് വ്യൂസ് ഇല്ല. ഫോർച്യൂണർ കൺഫേം. പിന്നെ അല്ലാതെ ഞാൻ ഇപ്പൊ ഇന്ന് ലൈവ് എടുത്തതിന് മുമ്പ് BMW വിളിച്ചത് പുതിയൊരു മോഡലാ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വ്യൂവേഴ്സ് വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. ഞാൻ BMW കാര്യമൊക്കെ വിളിച്ച് അന്വേഷിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് ഇത് തീർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ അമ്മോ സിറ്റി വേണ്ട കഥ പറയാം. കുറച്ചേരം കഥ പറഞ്ഞിട്ടേ കയറുന്നുള്ളൂ ഇന്ന്. എടാ മണവാളിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ചാനലിലെ കൊണ്ടാൽ എന്തോ പറയണം, മൈൻഡ് ചെയ്യണ്ട. അല്ലല്ല ബ്രോ, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയണില്ല. ഞാൻ അതിനെപ്പറ്റി അല്ല പറയണേ. എനിക്ക് എന്നെ വേറെ കുറച്ച് ആൾക്കാർ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ ഇന്ന് വിളിച്ച് വേഗം വീഡിയോ ഇടുകയൊക്കെ ചെയ്തായിരുന്നു. അതിന്റെ എനിക്ക് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും പറയാനില്ല. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അണ്ണ ഒരു വൈറ്റി ലൈവ് വന്നാൽ കത്തീന്. അയ്യേ അല്ലടാ, ഞാൻ പറയട്ടെ എന്തിനാണ് വൈറ്റി ലൈവ്? ഞാൻ ഇപ്പൊ ആലോചിക്കട്ടെ, ഞാൻ ഇത്രയും ദിവസം വൈറ്റിയിൽ ലൈവ് ഇട്ടില്ല. അപ്പൊ ഞാൻ ഇന്നൊരു പ്രശ്നം വന്നപ്പോ യൂട്യൂബിൽ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു വിചാരം ഉണ്ടാവും, എന്താ വ്യൂസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ഇടുന്നതെന്ന്. മനസ്സിലായ? എന്തിന്റെ ആവശ്യം? നമ്മുടെ ആൾക്കാർ ഈ പറയണത് പോലെ ഇവിടെ കാണുന്ന ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. എന്തിനാ ബാക്കിയുള്ളവരെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? നമുക്ക് ആ സാധനം ഇല്ലല്ലോ. നമുക്ക് ഇതിനകത്ത് തന്നെ മതി. 98.9K ആയി. 98.9K ആയി. നമുക്ക് ഇനി ഒരു കുറച്ചുകൂടെ മതി. കാരണം ആകെ 6.2K ഉള്ളു. 6.2K 9.6K വാച്ചിങ് ഇപ്പം കറന്റ്ലി. ഗൈസ് എല്ലാവർക്കും അപ്പൊ വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഹൈ. പ്രോബ്ലംസ് ലൈക്ക് മേക്ക് അവാർഡ് ഇട്ടത് എന്തൊരു പ്രശ്നമല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗൈസ് നടക്കുന്നത്? നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ? നിങ്ങളൊക്കെ വല്ലതും കണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇതായി പോകും. അതായത് നിങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലും ഈ കഴിഞ്ഞ ദിവസവും ഇതിലൊക്കെ കണ്ട ഒരു ക്ലിപ്പ് കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും ഇതിനകത്ത് പറയണേ. നമ്മുടെ ആ ഫുൾ ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറെ പേര്, അല്ല ആരും ഇല്ലെന്നല്ല, വളരെ കുറച്ച് പേര്. നമ്മൾ ആ ഒരു സാധനത്തിനകത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സ്ട്രീമിങ്ങിന്റെ അണ്ണാ ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്താണ് ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറഞ്ഞ് ചോദിച്ചു എന്നോട്. മനസ്സിലായ? അതായത് എങ്ങനെയാണ് ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുന്നതിൽ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിച്ച്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, ഇപ്പൊ സ്ട്രീമിങ്ങിന്റെ ഒരു ഇതേ മാറി. ഇപ്പൊ ഗെയിം ഒന്നും അല്ല ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പൊ എല്ലാവരും ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാം ഈ പറയണത് പോലെ ഗ്യാങ് ആയിട്ട് വന്നിരുന്ന ആൾക്കാർ സംസാരിക്കുന്നു. അതിൽ ഒഫൻസീവ് ആയിട്ടോ ചീത്ത വിളിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞേ. ഈവൻ ഈ ട്രിഗേർഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലിപ്പോ എന്താ തെറ്റ്? ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തൊപ്പിയെ പോലെ ഇപ്പൊ ഗ്യാങ് ആയിട്ട് ചെയ്യുന്നതാണ് പുതിയ ട്രെൻഡ്, ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഈവൻ ഈ പറഞ്ഞ ഞാൻ തൊപ്പി പോലും പലവട്ടം പബ്ലിക്കലി സമ്മതിച്ച ഒരു കാര്യമാണ് ഐഷോ സ്പീഡ് ഇൻസ്പിറേഷൻ ആണെന്ന്. ഈ ഇൻസ്പിറേഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അത് ഓക്കെ. ഇപ്പൊ അവര് റിയാക്ട് ചെയ്തതിന് ശേഷം ഇതുണ്ടല്ലോ, ഇത് ഞാൻ പറയാം. ഈഗിൾ ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ ഇത് കറക്റ്റ് ആയിട്ട് ഒരു സൈഡിൽ മറ്റേ ഈ ഷാജഹാനോ പുള്ളിയുടെ ഫോട്ടോയും വേറൊരു സൈഡില് ഇവന്മാരുടെ ഫോട്ടോയും വെച്ചിട്ട് ഞാൻ ഈ പറയണത് എടുത്ത് അങ്ങ് കണ്ടന്റ് ഇട്ട്, എപ്പിക് സാധനമായിരുന്നു അത്. അവിടെ നിന്നാണ് ഇത് എല്ലാം തുടങ്ങണം. മനസ്സിലായ? അവിടെ നിന്നാണ് സംഭവം തുടങ്ങണേ. അവിടുന്ന് അത് അങ്ങനെ അങ്ങ് പോയി പല പല പേജുകളിലും പല സ്ഥലങ്ങളിലും. അല്ല, ഞാൻ അവരെ വിളിച്ചിപ്പോൾ 2 തെറി വിളിച്ചിട്ട് വന്നതേ ഉള്ളൂ. നിനക്ക് കണ്ടന്റ് ഇട്ടിട്ട് പോയാൽ മതി, കൊണ്ടായി അനുഭവിക്കുന്നത് ഞാനാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു തെറി മെസ്സേജ് ഇപ്പൊ അയച്ചിട്ട് ഇത് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മനസ്സിലായ? അവിടുന്ന് അങ്ങ് കത്തിയത്. അവിടുന്ന് കത്തിയതിന് ശേഷം ഡിസ്കോഡില് രഘുലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പയ്യന്മാർക്കൊക്കെ എന്തൊക്കെയോ പറയണ്ടേ, കോപ്പറേറ്റ് കൊടുക്കണം. എടാ അളിയാ, ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് മര്യാദക്കിട്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷനും ഒന്നും പ്രൊമോട്ട് ചെയ്യാതെ അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ചെറിയ റവന്യൂ ഒക്കെ ഏൺ ചെയ്ത് ജീവിക്കുന്ന പയ്യന്മാരും കൂടി ഉണ്ട്. മനസ്സിലായ? അവരെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ്. ബോക്സിംഗ് ഉണ്ടാവുകണ്ട. എടാ രഘുല, എന്റെ ബോക്സിംഗ് ഞാൻ ചിലപ്പോ ഒരു കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല, കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഉണ്ടാവില്ല. ബോക്സിങ്ങിനൊക്കെ പോണോന്നൊക്കെയാണ് എല്ലാരും എല്ലാരും പറയണത്. ബോക്സിങ്ങിനൊക്കെ പോണതാണ്. ഞാൻ കുറച്ച് ദിവസം റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇൻ കേസ് അവരുടെ അടി കൊള്ളുവാണെങ്കിൽ കുറച്ചു നേരം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലോ നമുക്ക്. ഇങ്ങനെ ആയി പോയാൽ എന്തിനു ചെയ്യാൻ പറ്റും?
അടിയൊക്കെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ പറ്റൂല. ആ അതാണ് പ്രശ്നം. അപ്പോ അത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഇത് നടന്നത് വാസു ഷാജഹാനോ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പുള്ളിയെ ഒന്നും ഒരു രീതിയിലും അബ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അബ്യൂസ് ചെയ്തത് ഇന്നലെ നെറ്റിയിൽ ഒരു വെറ്റിലൊക്കെ വെച്ച് വന്ന് പുള്ളി ഇവരാദ്യം കണ്ണാടി എന്നൊക്കെ വിളിച്ചും മറ്റേ അതൊക്കെ വിളിച്ചും അബ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ സ്നാക്കിൽ പിടിച്ചത്. മനസ്സിലായ? അങ്ങനെ വെറ്റില വെച്ച് വന്ന ഒരു പയ്യനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ഒരാളെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ ഒരാളെ ലിറ്ററലി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതല്ല സ്ട്രീം ചെയ്യണം. എൻ്റെ ഗെയിം സ്ട്രീംസ് നമ്മൾ RP ബാക്കി റിയാക്ഷൻ സ്ട്രീംസ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഒരു റിയാക്ഷൻ സ്ട്രീം എന്തോ കിട്ടിയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു പാറ്റേൺ. അപ്പം ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് കേസ് ഉണ്ടല്ലോ, ഇന്നലെ RP കാണാൻ വന്ന ആൾക്കാരെല്ലാവരും ലീവ് ടോപ്പിക് ഇല്ല ബ്രോ, ഇല്ല ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം ഇതിൽ കുറച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ഇതിനകത്ത് കുറച്ച് വെളിയിൽ ആ കോള് വരണു, വെളിയിൽ സംസാരിക്കണു, എന്തോ ചെയ്ത് കളയും, മറ്റേ ഇതാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് മറ്റേ കുറെ കാര്യമുണ്ട്. അത് എനിക്ക് സംസാരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. മനസ്സിലായ? അല്ലാതെ എനിക്ക് ഒരുത്തരം പേടിയൊന്നുമില്ല. മനസ്സിലായ? ഒരു ലീവും ഇല്ല. ഇതിനെ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിന് ഏതവനാണേലും, ഇനി ബോക്സർ ആണെങ്കിലും MMA ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക്. അപ്പൊ ഇന്നലെ ഇത് കുറച്ച് പേര് ഞങ്ങൾ രാത്രി ലേറ്റ് നൈറ്റ് ഒരു 2000-3000 പേരെ വെച്ച് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പയ്യൻ വന്നിട്ട് പറയാണ്, അണ്ണനെ മണവാളൻ അവരാധിച്ചായിരുന്നു ലൈവിലിട്ട്, അണ്ണൻ ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ലേ? അത് മറ്റേ കണ്ടന്റ് ഇടുന്ന ചാനലുള്ള ഏതോ പയ്യനാ. അവനിങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുക. പറഞ്ഞപ്പോൾ എന്നെ പറ്റി വന്നിട്ട് അവൻ തമ്മിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കരുത്. മണവാളൻ വെർസസ് ഈഗിൾ എന്ന് പറഞ്ഞ് ഇതിരിക്കുമ്പോഴാണ് സാധനം വരുന്നത്. ഇപ്പൊ ഉണ്ടല്ലോ, എന്നാലും ഞാൻ പറഞ്ഞു, എടാ വിട്ടേരടാ, എടാ പോട്ടറ. ഞാൻ എനിക്ക് ഒന്നാമത്തെ കാര്യം ഗൈസ്, പുള്ളി ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടാ. ഈ മണവാളൻ എന്ന് പറയുന്ന ആള് ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പം ഷാജഹാൻ അവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് ചെയ്യുന്നു. ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ കുറേ പേര് ഇറങ്ങി പുള്ളിയെ തള്ളക്കി വിളിക്കുന്നു. അവിടെ എനിക്ക് ഫുഡില്ല, ഭക്ഷണമില്ല. ഇത് ഞാൻ ആലോചിക്കണം, ഇത് ബൂട്ട് ക്യാമ്പാണ് ഇത്. നമ്മളിപ്പോൾ വീട്ടിൽ സ്ട്രീമിൽ ആരെങ്കിലും കൊണ്ടുവന്ന് 2 ഇവൻ്റല്ലോ ഇടത്തേലും വലത്തേലും ഇട്ട് കഴിഞ്ഞാൽ അവരെ ഫുഡൊക്കെ കൊടുത്ത് എൻ്റെ വീട്ടിൽ നിർത്തണോ? ഇത് അങ്ങനെയാണോ? സ്കീം അങ്ങനെയാണോ? എനിക്ക് മനസ്സിലാവണില്ല. തൊപ്പി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ചെയ്യണോ? അല്ല, എൻ്റെ ചോദ്യം അതാണ്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ഇതൊക്കെ. എന്നാലും ഞാൻ എൻ്റെ ബേസിക്, ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രീമിങ് ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണേ. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സജഷൻ ചോദിക്കുമ്പോൾ ഇതാണ് ഗൈസ്, ഇതാണ്, അല്ലെങ്കിൽ നാളെ നിങ്ങളും ഇപ്പം ഇതാണ് ട്രെൻഡ്, ഇതാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? അതിൽ ഞാൻ ഒരാളെ അബ്യൂസ് ചെയ്തിട്ടോ ഒഫെൻസീവ് ആയിട്ടോ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരു തെറി പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് തെറി വിളിക്കണത് അതിനകത്തിരുന്ന് ആ മറ്റേ കുറി തൊട്ടവൻ എന്നെ വാണെന്ന് വിളിച്ചിട്ടും അതിനുശേഷം ഗൈസ് ഈ ന്യായീകരിക്കുന്ന എല്ലാവരും, ഞാൻ എല്ലായിടത്തും ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഹെൽത്തി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറയോ, നിങ്ങൾ അവരുടെ അടുത്ത് പറയോ, ഓ എടാ അവൻ ചത്തുപോയി, ഇനി അവനെ പറ്റി സംസാരിക്കല്ലേടാ, അവൻ ചത്തുപോയി. ഇതൊക്കെ ഹ്യൂമറാ, ഇതൊക്കെ തമാശയായിട്ട് എടുത്തോണം. നമ്മളൊക്കെ ഇതെല്ലാം തമാശയായിട്ട് എടുത്തോണം. അവന്മാർ പറയണം. എന്നിട്ട് അവരുടെ ഇപ്പൊ പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് തന്തയ്ക്ക് വിളിച്ചാണ് അവന്റെ പ്രശ്നം. അപ്പൊ ഇവര് പറയണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ എക്സാമ്പിൾ ഒരാളെ വന്നിട്ട് പോടാ പട്ടി എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് തിരിച്ച് ദേഷ്യം വന്ന് ഞാൻ ട്രിഗർ ആയിരിക്കോ, ഞാനും അത് തന്നെ പറയണം. പോടാ പട്ടി ഇങ്ങനെ പറയണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത്. മനസ്സിലായി? നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. പകരം പട്ടി നിന്റെ തന്തയെ പോയി വിളിക്കടാ എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാ. എന്നിട്ട് പറയും ഞാൻ ആദ്യത്തത് ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ട്രിഗറിന്റെ പുറത്ത് തന്നെ പറഞ്ഞു. അല്ലെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ ട്രിഗറിന്റെ പുറത്താ പറഞ്ഞത് ഗൈസ്. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബ്രോ മണവാളിനെ ഒന്നും ബ്രോ അവർ സ്ട്രീമിങ്ങിലോട്ടൊക്കെ വന്നതേ ഉള്ളൂ, പുതിയ ആൾക്കാരല്ലേ, എല്ലാവരും എക്സ്പ്ലോർ ചെയ്യട്ടെ, പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ, അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ, പുതിയ സ്ട്രീമേഴ്സ് ഒക്കെ വരട്ടെ. ഇത് നമുക്ക് ഒരു തരത്തിൽ ഗുണമാണ്. മനസ്സിലായ? അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ സ്ട്രീമേഴ്സിന് റെക്കഗ്നൈസേഷൻ കിട്ടി, സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പുതിയ ആൾക്കാർ വരുമ്പോഴാണ് OGs ആയിട്ടുള്ള സ്ട്രീമേഴ്സിനും അതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഫോർ ഷുവർ 100% അതുണ്ടാവും. അപ്പം പുതിയ ആൾക്കാർ വരുന്നതിൽ നമുക്കൊരു മടിയില്ല, നമുക്കൊരു ഇതുമില്ല. എടാ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വാച്ചിങ് ഉണ്ട്. ഇന്നതാ ഇപ്പൊ 14,000 പേര് ഇവിടെ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ RP ഇപ്പൊ ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആവറേജ് വാച്ചിങ് 12 to 13 മനസ്സിലായ? ചിലപ്പോൾ 1000 പേര് എന്താണ് പറയണത്, എന്താണ് അവരാധിക്കുന്നത് എന്ന് കേൾക്കാൻ വന്നിരിക്കുന്നവരായിരിക്കും.
ഇപ്പൊ ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പൊ ആര് കോമ്പറ്റീഷൻ വന്നാലും എനിക്ക് ഉറപ്പാണ്, എനിക്ക് ഒരു എന്റെ മനസ്സിൽ ഞാനിത് എത്ര നാൾ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ആ ഒരു ടൈം വരെ ഒരു 100 പേരെങ്കിലും ലൈവ് കാണുമെന്ന്. ഞാൻ പറയട്ടെ, ഈ അവരാതെ എനിക്ക് വേണമെങ്കിൽ വ്യൂസിന് ഇന്ന് ഞാൻ യൂട്യൂബിൽ ഇട്ട ഈ 14.4 എന്നുള്ളത് ഇന്ന് യൂട്യൂബിൽ ഇട്ടിരുന്ന മിനിമം ഒരു 25K ആയിരുന്നു. ഒരു സംശയമില്ല, 100% ഞാൻ പറയാം ഗൈസ്, ഒരു സംശയമില്ല. 25,000 പേര് ഇന്ന് അവിടെ കാണാൻ വന്നേനെ. അത് ഈ പറഞ്ഞ കോൺട്രവേഴ്സി കാണാനുള്ള ആൾക്കാർ ഈസി ആക്സസിബിൾ ആയിട്ടുണ്ട്. കിക്ക് വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് കാണാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തവരും പിന്നെ രാത്രിയിൽ എന്നെ വന്ന് തള്ളക്കി വിളിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നവന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. മനസ്സിലായ? വേറെ ആൾക്കാരൊന്നും ഇല്ല. എനിക്കത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാനിത് പറയണേ. ഇവരുടെ സംസാരം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഈ കാര്യം, അതായത് മണവാളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞടാ അത് വിട്ടേരാ, അങ്ങനെ പോട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ അല്ല ഉദ്ദേശിച്ചത്, നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈ ചാറ്റിൽ ഇങ്ങനെ കുറേ പേരിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കിത് കാണാനുള്ള ത്വരയായി. ഞാൻ അത്ര നേരം കണ്ടില്ല കേട്ടോ, എന്താ സംഭവം കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് കാണാനുള്ള ത്വരയായി. ഞാനപ്പോൾ മൂത്രം ഒഴിക്കാൻ പോകാന്ന് പറഞ്ഞ് ലൈവിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഫോണൊക്കെ എടുത്ത് ബാത്റൂമിൽ പോയിട്ട് അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഇന്നലെ നമ്മളെ റിയാക്ട് ചെയ്തിട്ട പയ്യന്മാരുടെ വീഡിയോ. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കിന് എനിക്കിതിന് സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയണം, തിരിച്ചെന്തെങ്കിലും ഇതാകണം എന്നുള്ള ഒരു തോട്ടായി. മനസ്സിലായ? അപ്പോൾ ആ ഒരു സാധനം ആയപ്പോഴാണ് ഞാൻ എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് കഴിഞ്ഞപ്പം മണവാളന്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതുപോലെ ആണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു എന്നാൽ ലൈവിൽ കാണാം എന്ന് വിചാരിച്ച് നേരെ വന്നിട്ട് ലൈവ് ഓപ്പൺ ചെയ്ത് ലൈവിൽ അങ്ങ് പ്ലേ ചെയ്ത് ഇന്നലെ. അതിൻ്റെ കാര്യമാണ് പറയണത്. അതിലൊരു പെർട്ടിക്കുലർ പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. എനിക്ക് അതിന് മാത്രം മറുപടി കൊടുത്താൽ മതി, വേറൊന്നിനും എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കണ്ട. ഈ കൂടിയിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മളെ കുറെ ആയി ഞാന് വേണ്ടാന്ന് വെച്ചപ്പോ അവന്റെ നോക്കട്ടെ. അത് ഒരു കാര്യം പറയാനുണ്ട് കൈസ്, അതിൽ കൂടെ ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ പറയാം. സ്ക്രീൻഷോട്ട് ഓക്കെ. എന്തേലൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു അർത്ഥമല്ല. ഇനിയിപ്പോ അവനെന്തേലും പറയാണ്ട് മൂത്ത് നോക്കിട്ട് നമ്മളോട് പറയണ നമുക്ക് അങ്ങോട്ട് പറയാം. അപ്പൊ ഇങ്ങക്കും കാണാം. ഇത് വേറെ പ്രശ്നമാണ്. ഇത് അവര് മറ്റേ ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തുന്ന പരിപാടിയെ പറ്റിയാണ്. ഇതിനകത്ത് നമ്മളില്ലേ ഇത് വേറെയാണ്. ഇതുവരെ എനിക്ക് ഒരു ബോക്സിംഗിന് വരാൻ വേണ്ടിട്ട് റിങ്ങിലോട്ട് ഇൻവിറ്റേഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോഴത്തേനെ അറിയാം ഇതെന്തായാലും മതി. ഒരു ബ്രോക്ക് ലീവ് ചെയ്യാം. എനിക്കിത് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഉറപ്പാണ് 100%. നമുക്ക് അടുത്തൊരു വീഡിയോ ഒന്ന് കണ്ടോക്കി നോക്കാം. ഇനി കുറെ പേര് അയച്ചതാണ്. ഇപ്പൊ അതാണ് ട്രെൻഡ് കേസ്. ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിയൊക്കെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും 5 പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ്. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേത് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട. ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം പുള്ളി പറഞ്ഞു തുടങ്ങിയത് കണ്ണട എന്നുള്ള ഒരു സാധനം വെച്ചിട്ടാണ്. മനസ്സിലായോ? അവിടെയാണ് ഞാൻ പറയാം. ഇതെന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സ്ട്രീമിംഗ് ഇപ്പം സ്ട്രീമിംഗ് എന്ന് പറയുന്ന സാധനം അപ്പാർട്ട് ഫ്രം ദ ഗെയിം, അത് ഗെയിം കളിക്കണം എന്നല്ല പറയണേ. ഗെയിം കളിക്കണ്ട, സ്ട്രീം എന്ത് വേണേ ചെയ്യാം. സ്ട്രീം ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയണതിൽ തെറ്റുണ്ടോ? അവനെ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആരും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് കണ്ട ഇതിനകത്ത് ഈ മോളില് ഈ 2 ഫോട്ടോസ് വെട്ടിക്കയറ്റിയത് ഈഗിൾ ഡിസ്കോഡ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. ഇത് ഞാൻ ഇട്ട വീഡിയോ അല്ല. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യത്തില്ല. എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വേരിഫൈഡ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന പ്രൊഫൈൽ ഉണ്ട് ഗൈസ്. അതിലൊരു റിയാക്ഷൻ വീഡിയോ കാണിച്ചത് നിങ്ങൾ ആരെങ്കിലും. ഇപ്പൊ കുറെ പേരുണ്ടായിരിക്കും റിയാക്ഷൻ വീഡിയോ സ്വന്തം പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാര്. ഞാൻ അങ്ങനെയല്ല ചെയ്യണേ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത് ആരൊക്കെയോ കട്ട് ചെയ്തിടുന്നതാ. ഞാൻ ഈ റിയാക്ഷൻ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ. പണ്ടൊക്കെ നമുക്ക് ടിവിയുടെ സാധനങ്ങളും അതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെയോ സത്യം പറഞ്ഞ ഈ റിയാക്ഷൻ പരിപാടി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
സത്യം പറഞ്ഞ എന്റെ അമ്മ അമ്മാന്റെ കണ്ടന്റ് ആണെങ്കിൽ അടി ഉണ്ടാക്കാം അല്ലേ ഇങ്ങനെ? വേണം. അവിടുന്നാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത്. എന്ത് പേര്? എനിക്കറിയില്ല. അറിഞ്ഞിട്ട് അറിയാത്ത പോലെ എന്താ യൂട്യൂബർ ആണോ? ചാറ്റ് പറ. എന്താ ചാറ്റ് പറ? ഈഗിളോ? ഞാൻ സെർച്ച് ചെയ്തോട്ടെ. എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇന്ത്യൻ വള്ളിന്ന് സത്യം എനിക്കറിയില്ല. യൂട്യൂബർ ആണോ? ബ്രോ ഉറപ്പായിട്ടും. എടാ ഇല്ലല്ല എടാ ഒരിക്കലും അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. രഘുലേ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാ. ഞാൻ നാളെ രാവിലെ കൂടൽ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയിട്ട് യൂട്യൂബർ ആണേ 750 സബ്ബൊക്കെ ഉണ്ടേ, ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടുന്ന് എന്ന് ഞാൻ ഒരു ഹോട്ടലിൽ പോയി പറഞ്ഞാൽ അടിച്ച് വീക്കി കളയന്മാര്. മനസ്സിലായ? അങ്ങനെ ഒരു കാര്യം ഇല്ലടാ, അങ്ങനെ ഒരു കാര്യം ഇല്ല. അതായത് ലോകത്തുള്ള എല്ലാരും നമുക്ക് അറിയണം. ഇതിലൊന്നും ഒരു തെറ്റ് ഞാൻ പറയണില്ല. മനസ്സിലായി? പുള്ളിക്ക് അറിയാം, അതിനൊന്നും കളിയാക്കണ്ട. അല്ല അതിന് നമ്മൾ ചോദിക്കാൻ വേണ്ട. നിനക്ക് എന്താ ഈഗിളിനെ അറിയത്തില്ലേ? അതൊന്നും ചോദിക്കണ്ട. മനസ്സിലായോ? അത് പുള്ളിക്ക് അറിയത്തില്ലായിരിക്കും. പുള്ളിയുടെ ഏരിയ വേറെ, പ്രാങ്കും മറ്റേ അതും ഇതും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ അങ്ങനെ അല്ലല്ലോ, നമ്മുടെ ഗെയിമിംഗ് ആണ്. അപ്പൊ ഇവരും ഗെയിമിലല്ല, ഇവര് സ്ട്രീമേഴ്സാ. സ്ട്രീമറും ഗെയിമറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗെയിമിംഗ് സ്ട്രീമറും നോർമൽ സ്ട്രീമറും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് മിക്സ് ആയിട്ട് ചെയ്തത് തൊപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ. മനസ്സിലായോ? അപ്പൊ അവർക്ക് അറിയത്തില്ലെന്ന് പറയണതിൽ നമുക്കൊരു തെറ്റുമില്ല. അത് വിട്ടേരെ. സെർച്ച് ചെയ്തോട്ടെ. നോട്ടെ എന്താ ആട് വീഡിയോ കാണട്ടെ. വേണ്ട ഗെയിംസ് വേണ്ട, ഒന്നും വേണ്ട. ഇയാൾ ഗെയിമറാണോ? ഇയാൾ ഗെയിമറാണോ? അതെ. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ 4, 3, 5 വ്യൂസ് വിഷയം. ഇല്ല ഞാൻ ഇന്നലെ ഇതിന് ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഇതൊന്നും പറയണില്ല. വെയിറ്റ് ചെയ്യാൻ കാണാനില്ല. ആളില്ലാത്തതിന് എന്ത് ചെയ്ത് പിണങ്ങി. അപ്പൊ എന്താ ഗൈസ് ആരും ഗെയിം ഒന്നും കാണാത്ത? ഇയാള് ഗെയിം കാണില്ല എന്നുള്ള വിഷമം കുറണ്ടല്ലോ. ചുമ്മാ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് 3-4 പേരെ ഇതാക്കിയിട്ട് ഇത് ചെയ്താ മതി. ബ്രോ ശരിയല്ലേന്നോ ചാറ്റില്? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് ഒരു സെക്കൻഡ് കിക്കിന്റെ നിങ്ങൾ എന്റെ എനിക്കിത് ഇതിന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അതാ നിങ്ങൾ എന്റെ ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ട് ഈ പറയണത് പോലെ നമ്മുടെ സ്ട്രീംസിന്റെ ഒക്കെ ആഫ്റ്റർ വ്യൂസ് മാത്രം നോക്കിയാൽ മതി. ആഫ്റ്റർ വ്യൂസ്, അതായത് കിക്കിൽ ഒരു കാര്യമുണ്ട്, ലൈവ് വാച്ചിങ് കൗണ്ട് ആകത്തില്ല. ലൈവ് കഴിഞ്ഞിട്ട് എത്ര പേര് കാണുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്ത് കാണിക്കുള്ളൂ. മനസ്സിലായോ? ഇല്ലടാ ഇവരെയൊക്കെ എന്തിനാണ് നമ്മുടെ വ്യൂസിന്റെ കൗണ്ട് ബോധിപ്പിക്കണേ? സത്യമല്ലേ? അവന്റെ ഇത് പറയാ ആ ഒരു ഇതായി. മനസ്സിലായോ? ഇവരെന്താ വിഷമോ? ഞാൻ എന്റെ ചാനലൊന്ന് നോക്കിയോട്ടെ. എന്താ ഈഗളാ? നല്ല വിഷമുണ്ട് ആള് കിട്ടാ. ഏയ് നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലില്ലോടാ. അയ്യോ ഇവിടം തൊട്ടാണ് കളം മാറുന്നത്. ഇവിടെ തൊട്ടാണ്. ആൾക്കാകെ 10-700 ചില്ലറ ഉള്ളൂ. നല്ല വിഷമം. എന്താ സബ്സ്ക്രൈബേഴ്സ് പോലില്ലോടാ. ആൾക്കെത്രേ? ആൾക്കാകെ 10-700 ചില്ലറ ഉള്ളൂ. 700 ചില്ലറ. ബ്രോ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ കുത്തിയിരുന്ന് സ്ട്രീം ചെയ്യുക. എന്റെ സ്ട്രീമിംഗ് അവേഴ്സ് കൂട്ടി നോക്കിയാൽ എന്റെ ജീവിതത്തിന്റെ ഒരു 80% ഉണ്ടാവും. ഞാൻ എത്ര നാള് 700K എന്ന് പറയണത് കേരളത്തിലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വരാനുള്ളവരുടെയൊക്കെ 700 പോട്ടെ 100K എത്തുക എന്ന് പറയണത് തന്നെ ഒരു വലിയ മൈൽ സ്റ്റോണും ഡ്രീമും എല്ലാവരുടെയും. ഈ 700 എന്ന് പറയണത് പുച്ഛിക്കാനൊന്നുമില്ല. അത് ഈകള് എപ്പോഴും എന്തോന്ന് യൂട്യൂബില് ലൈവ് ഇട്ടില്ല, അത് വേറൊരു കാര്യം. മനസ്സിലായോ? അല്ല അത് വേറൊരു കാര്യമാണ് ഗൈസ്. എന്റെ മേജർ ഓഫ് ദ സ്ട്രീംസ് എല്ലാം ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിലാ. ലോക്കോ, ബൂയ, റിയോ, കിക്ക്, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഇത്രയും ഇതിനകത്താണ് എൻ്റെ സ്ട്രീമുകളൊക്കെ. അതില് ഒരു 3 എന്റെ ടോട്ടൽ സ്ട്രീംസിൽ ഒരു 10% അല്ല 10% ഞാൻ പറയത്തില്ല, ഒരു 30% മാത്രമേ യൂട്യൂബിലുണ്ടായിരുന്നു. റൂട്ടറിൽ ഞാൻ ചെയ്തിട്ടില്ല. 1-2 ദിവസം എന്തോ കുറച്ച് ദിവസം ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസം എന്തോ ടെസ്റ്റ് സ്ട്രീം എന്തോ ചെയ്തിട്ടുള്ളൂ. അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ കേസ് എനിക്ക് ഉറപ്പാണ്
ആ ടൈം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ ലോക്കോ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു നമ്മുടെ പ്രൈം വാച്ചിങ് ഒക്കെ 20,000 24,000 വാച്ചിങ് ഒക്കെ ലോക്കോ ഉണ്ടായിരുന്നത്. ലോക്കോയിലായിരുന്നു. ലോക്കോയിൽ നീ എന്റെ വാച്ചിങ് പിന്നെ എത്രയാണെന്നാ വിചാരിച്ചത്? എന്റെ ലോക്കോയിലെ ടോപ്പ് വാച്ചിങ് 26,000. അപ്പോ ആ ഒരു ഇതായിരുന്നു. അത് ഞാൻ ഗൈസ് ഞാൻ ഇത് ഇവരെ ബോധിപ്പിക്കുന്നില്ല, എന്നാലും ഞാൻ എന്റെ കാര്യം പറയാണ്. വലിയ യൂട്യൂബർ ആണെന്ന് വിചാരിച്ചു. നമ്മുടെ അല്ല ബ്രോ, അല്ല വലിയ യൂട്യൂബർ ഒന്നും അല്ല. നമ്മള് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സാധാരണക്കാരുടെ ഇടയ്ക്ക് നിന്ന് വരുന്ന ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുള്ള ഒരു സന്തോഷമുണ്ട്. മനസ്സിലായോ? അത് മാത്രമേ ഉള്ളൂ. അത് മതി എനിക്ക്, അത് മതി. അതിൽ കൂടെ നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. കരച്ചിലുണ്ട്, സങ്കടം. അതാണോ വിഷമോ? എല്ലാരുടെ അടുത്ത് പറയാളെ അടുത്ത് കൊള്ളാട്ടാ. ആളെ പേരെടുക്കൽ പേരെന്നിട്ടാ എന്താ എന്താ ഈഗിൾ പറഞ്ഞത്? ഈ കണ്ടിട്ടുണ്ടാ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ സങ്കടം പറഞ്ഞപ്പോഴല്ലേ. അല്ലടാ, അപ്പൊ എന്താ ആളെ ഗെയിം ഒന്നും ആരും കാണാത്ത? അല്ല നോക്കട്ടെ, ഞാൻ എന്ത് ചെയ്ത് ഗെയിം എന്തുട്ടാ? എന്താ ഗെയിമാ? ആളെ ഗെയിം കാണില്ല എന്നാളാര് വിഷമം പറയണ്ടേ? ആർക്കും ഗെയിം കാണണ്ട, ആർക്കും ഗെയിം ഒന്നും വേണ്ട. എന്താടാ ഇപ്പൊ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പാവം ആളെ ഗെയിം ഒന്നും ആരും കാണുന്നില്ല എന്നുള്ള വിഷമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും നാളെ സപ്പോർട്ട് ചെയ്യാ. ഏത് പാമ്പും കോണി മാത്രല്ല ബ്രോ, പാമ്പും കോണി മാത്രല്ല ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ പ്രശ്നമാണ്. ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിലും ഈ പറയണ എന്താ ഏഷ്യ ഗെയിംസിലും മറ്റേ ബാക്കി എല്ലാത്തിലും ഇനി വരാൻ പോകുന്ന ഇ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് പാമ്പും കോണി മാത്രം കളിച്ചവരുടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഈ പറയണ ഇ സ്പോർട്സ് തലത്തിൽ ആൾക്കാർ കളിക്കുന്ന ഗെയിംസ് ഉണ്ട്. അപ്പം ഞാനൊരു കോമ്പറ്റേറ്റീവ് പ്ലെയർ ആയിരുന്നു. ഞങ്ങൾ അതായിരുന്നു എന്റെ തുടക്കം. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്ലെന്റി ഓഫ് ഗെയിംസ് കളിക്കാറുണ്ട്. ഇപ്പോഴും ഗ്രൈൻഡ് ചെയ്യാറുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ബ്രോയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ മണവാളൻ ഇരുത്തിയേക്കുന്ന പോലെ ഇപ്പുറത്ത് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇവിടെ 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 പുറകിലൊരു ചെയർ ഉണ്ട്, ഇതിലോട്ട് പിടിച്ചിരുത്താം. ഞാൻ ഒരു ദിവസം മൊത്തം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുതരാം. മനസ്സിലായോ? ഒരു ദിവസം അല്ലാതെ ബ്രോയ്ക്ക് അത് മനസ്സിലാവത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ. പാമ്പും കോണിയും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലെ ഗെയിം. പിന്നെ ഈ മണവാളം ബ്രോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടും, ഈ ഗെയിം കളിച്ചാൽ മറ്റേ കോടീശ്വരനാവാന്ന് പറഞ്ഞിട്ടൊരു അതും ഒരു ഗെയിമാണ്. അത് വേറൊരു ടൈപ്പ് ഓഫ് ഗെയിമാണ്. മനസ്സിലായോ? അതിനകത്ത് നമ്മൾ പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. മണ്ടേ തലയെ കൂടെ ആ കമ്പനി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അല്ല മണവാളം ബ്രോ ഒന്നും പറയണ്ട, പുള്ളിയുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് പുള്ളിയുടെ അടുത്ത്. അത് വേറൊരു ഗെയിമാണ്. ആ ഗെയിമും ബ്രോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കാരണം മണവാളം ബ്രോ മാത്രം റിച്ച് ആയ പോരല്ലോ, നിങ്ങൾ റിച്ച് ആവണ്ടേ. നിങ്ങൾക്ക് അപ്പം ഈ പറഞ്ഞ പോലെ ഇത്ര എഫേർട്ട് ഇടണ്ട. മനസ്സിലായോ? അപ്പൊ അതും കൂടി ഒന്ന് നോക്കണം. ഞാൻ ഇത് പറയാനുള്ള കാരണമുണ്ട്, ഇത് പറയാൻ ഒരു കാരണമുണ്ട്. അപ്പൊ എല്ലാരും ആ പാവത്തെ ഈ കണ്ണടക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഏതാളെന്തോ ഗെയിം. ഞാൻ മണവാളിനെ അവരാധിക്കുന്നില്ലേ, ഞാൻ ഒന്നും പറയണില്ല. കാരണം പുള്ളി ഇന്നെ ഉച്ചയ്ക്ക് കോള് വിളിച്ചു. അതിന്റെ കാര്യോടെ ഞാൻ എനിക്കൊന്ന് പറയാനുണ്ട്. ആർക്കും കാണുന്നില്ല എന്നുള്ളൊരു വിഷമം പറയുന്നുണ്ട്. അപ്പൊ എന്ത് ആളൊന്ന് സപ്പോർട്ട് ചെയ്യാ, പാവം. ഏത് അതാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ കൊണ്ട് പട്ടണ സപ്പോർട്ട് പയ്യനെ എന്തിലോ പിടിച്ചേക്ക് പാട്ട് പ്ലേ ആയിട്ടാ നമ്മളെ മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മളെ അതൊക്കെ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്ത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാ. ഇതുപോലെ പാവങ്ങളെ നല്ല വിഷമുണ്ടെന്ന് മച്ചാ. പാവങ്ങളെ എന്ത് ചെയ്ത് സപ്പോർട്ട് ഇല്ലാതെ നോക്കട്ടെ. ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ എന്താണ് ഇത് ചെയ്താ മതി. ചുമ്മാ ഇരുന്ന് അവന്റെ ഇത് പറയാ. ആ ഒരു ഇതായി മനസ്സിലായ ഒന്നും വേണ്ട. ചുമ്മാ നമ്മളിങ്ങനെ ഇവിടെ ഗെയിം വേണ്ട. ഗെയിം ഇതെന്താ പെട്ടെന്ന് ചാടി ഇവൻ മരിച്ചോ? അയ്യോ ഇവൻ മരിച്ചോയോ? എന്ത് രസമല്ലേ? എന്ത് ഒരു കിടില ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണല്ലേ പുള്ളി. കിട്ടില്ല മച്ചാ. ഇയാള് മരിച്ചാ? എന്താ ഇതെന്താ? ഇയാളെന്താ നോക്കട്ടെ, ഞാൻ ഇയാളെന്താ നോക്കട്ടെടാ. ഇയാളിപ്പോ അടുത്തൊന്നും വീഡിയോ ഇട്ടിട്ട് കാണാനില്ലാട്ടാ. അപ്പൊ ഇവിടെ മുന്നത്തെ ആൾക്കാരെ പറയണ. അപ്പൊ അയ്യോ അപ്പൊ ഇപ്പത്താവൂലടാ. എടാ സംഭവിച്ചു, ആള് മരിച്ചെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യട്ടാ. വേണ്ടാ തമാശ കളിക്കല്ലേ. ആളെന്തോ കാരണം എന്ത് ചെയ്ത് அந்த நம்பர் 1 ஸ்ட்ரீமர்னு ஒன்னு எடுத்துட்டு வந்து உனக்கு கொடுத்தாங்கல்ல, அத லைட்டா தூரத்துல இருந்து காமிய. வேற எதுவுமே பண்ண தேவையில்ல, தூரத்துல இருந்து அப்படியே காமிய. அந்த அந்த கப்பு மட்டும் லைட்டா காமிய. அவனுக்கு எல்லாம் என்னன்னு அப்பதான் புரியும்.
അത് ഇന്ത്യയില് വെറുതെ ഇല്ല. ഹലോ ഓൾ ഓവർ ഇന്ത്യ. All over ഇന്ത്യ. എന്ത് എന്ത് എന്നെ നിனைச்சிட்டு സാർ റൈസിംഗ് കണ്ടന്റ് ക്രിയേറ്റർ. മച്ചാനെ കണ്ടോ ബ്രദർ? കുറച്ച് ക്യാമറ ഒന്ന് വലുതാക്കുവാളിയാ. കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കണേ. ഇതെനിക്ക് അപ്പൊ ചങ്കൂതി അതിനെ വെട്ടി കിട്ടിയതല്ല, ഇടുമ്പോ correct മനസ്സിലായ? ആൻഡ് ഇറ്റ്സ് നോട്ട് എ റീജിയണൽ അവാർഡ്. ഇവിടുത്തെ PR വർക്ക്സ് ചെയ്യുന്ന നോർമൽ ആൾക്കാർ ചെയ്ത ഒരു ഇവന്റ് അല്ല. ഓൾ ഇന്ത്യൻ അവാർഡാണ് എനിക്കിത് കിട്ടിയത്, മനസ്സിലായ? റൈസിംഗ് കോണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദ ഇയർ, ഇതാണ് എനിക്ക് കിട്ടിയത്, മനസ്സിലായി? ഇത് ഞാൻ നിങ്ങളെ പോലെ മറ്റേ ബോക്സിംഗ് റിംഗിൽ ഇടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടുത്തു വെച്ച സംഭവം അല്ലായിരുന്നു. ഇത് ഞാൻ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ സ്ട്രീം ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കി അതിന്റെ റെക്കഗ്നൈസേഷൻ, അതിൽ നിന്ന് കിട്ടിയ റെക്കഗ്നൈസേഷനും ഫെയിമിലും എനിക്ക് എന്നെ വിളിച്ച് മുംബൈയിൽ കൊണ്ടു തന്ന അവാർഡാണിത്, മനസ്സിലായ? അല്ലാതെ ഞാൻ ഇങ്ങനെ 4 പേരെ വിളിച്ച് എന്റെ അപ്പുറം ഇപ്പുറം ഇരുത്തി, 4 പേരെ വിളിച്ച് അപ്പുറം ഇപ്പുറം ഇരുത്തി നാട്ടുകാരെ അപരാധിച്ചിട്ട് കിട്ടിയതല്ല ഇതെനിക്ക്. ഇതുപോലൊരെണ്ണം വാങ്ങി നീ മിനിമം നീ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരെണ്ണം വാങ്ങി നിന്റെ ഷെൽഫിനകത്ത് വെച്ചിട്ട് വേണം എന്നോട് സംസാരിക്കാൻ. ഇനി അതാ ഇവിടെ ഇരുന്നോട്ടെ. അത്രേ ഉള്ളൂടാ. ഇതാണ് വിഷയം, അത് മനസ്സിലായി? ഇതാണ് അത്. അപ്പൊ ഇനി ബ്രോ എന്റെ വ്യൂസിന്റെ കൗണ്ടും എന്റെ വീട്ടിലെ ദാരിദ്ര്യം, എനിക്ക് വ്യൂസ് കൂട്ടി തന്ന എന്റെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ നിൽക്കരുത്, അത് എനിക്ക് പറയാനുള്ളൂ, മനസ്സിലായ? പിന്നെ ഇതിന്റെ വേറൊരു കേസും കൂടെ പറഞ്ഞുതരാം കേസ്. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ മണവാളൻ എന്ന് പറയുന്ന ഈ പുള്ളി എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിതിനെ റിയാക്ട് ചെയ്തത് എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇവന്മാരെ പോലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ വിളിച്ച് ബോക്സിംഗ് റിംഗിൽ അടി ഉണ്ടാക്കാൻ പോകല. എൻ്റെ പ്രൊഫഷൻ അതല്ല, എൻ്റെ പ്രൊഫഷൻ അതല്ല. പുള്ളി ചിലപ്പോൾ MMA ഫൈറ്ററൊക്കെ ആയിരിക്കും. എനിക്ക് എൻ്റെ പ്രൊഫഷനും എൻ്റെ മറ്റേ അതൊന്നും അല്ല. എനിക്ക് അതിന് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നത്തെ എൻ്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലായ? എന്ന് കരുതി ബോക്സിംഗ് ഒക്കെ അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ വാടച്ചിരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല, മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പുള്ളി തന്നെ എന്നോട് ഫോണിൽ പറഞ്ഞായിരുന്നു, അത് നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന ഒരുത്തൻ്റെ തെറ്റാണ്, അവനാണ് വാണം എന്നൊക്കെ വിളിച്ചത്, അത് നമ്മുടെ കൂട്ടത്തിലുള്ള അവൻ്റെ തെറ്റാണ്, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് നിക്കോൺ അതെവിടെ എവിടെ അയച്ചായിരുന്നോ? കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചു നേരം മുമ്പ് ഞാൻ ഈ മാറ്റർ സംസാരിക്കേണ്ട വിടാന്ന് പറഞ്ഞ് ഇരുന്നാണ് കേസ്. അപ്പോ ഇത് പെട്ടെന്ന് ഈഗിളിന് ചുട്ട മറുപടി കൊടുത്ത് അവന്റെ തന്തയോട് മൂഞ്ചാൻ പറ. ഇതാര്? ദാ കൂടിരുന്നവൻ, അവന്മാര് രണ്ടുപേരും. ഓ മറ്റവൻ പൊട്ടൊക്കെ വെച്ചിരുന്നവൻ. മാറ്റി ഇവന്മാര്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു മണവാളിനായിട്ട്. ഒരു ലൈവില് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈഗിളിനെ കുറിച്ച്. എനിക്ക് ആളെ പേഴ്സണലായിട്ട് അറിയില്ല, ആളെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല. അപ്പൊ അവനോട് വീഡിയോ ക്വാളിറ്റി അത് വളരെ മെല്ലെ എന്റെ വായിൽ തന്നെ അറിയാതെ വന്നുപോയി. തെറ്റാ നമ്മൾ സമ്മതിക്കും ചെയ്തിട്ടുണ്ട്. ഇതിന് സൗണ്ട് ഇല്ലേ? സൗണ്ട് ഇത്രേ ഉള്ളോ? വീഡിയോ ക്വാളിറ്റി ഒരു സൈഡ് தான் കേக்குது. മൈക്കിന് ഇഷ്യൂ ആണ്. ആണോ? അവന്റെ മൈക്കിന് ഇഷ്യൂ. വേറൊന്നും പ്ലേ നോക്കട്ടെ. അതിന് ഫണ്ണായിട്ട് വെറുതെ നമ്മളൊരു കുറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ ഹിന്ദു എന്നല്ല, ഞാനൊരു മുസ്ലിമാണ്. അപ്പോ ഞാൻ ആണെന്ന് വിളിച്ചപ്പോ പേഴ്സണലായിട്ട് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യില്ല. അവനക്ക് എന്നായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺമശിക്കുണ്ടാ നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായ? സത്യമല്ലേ? അവൻ വേണമെന്ന് വിളിച്ചത് സിംപ്ലിഫൈ ചെയ്ത ആള്, നോർമലൈസ് ചെയ്ത് അതങ്ങ് സിംപ്ലിഫൈ ചെയ്തതങ്ങ് അത് ഞാൻ വേണമെന്ന് വിളിച്ചത് എന്റെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് തോണ്ടാനിരിക്കണം. അപ്പൊ എന്നെ കഴിവറ മോനെ, നീ വീട്ടിൽ പോയി നിന്റെ തന്തയോ. ബ്രോ ഈ സാധനം വെക്കുമ്പോഴേ ഇത് ഇപ്പൊ സ്ട്രീമിങ്ങിലോട്ട് വന്നോണ്ടുള്ള അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി ബ്രോ. ഇത് സെറ്റ് ഇതിനകത്ത് മോണോ സ്റ്റീരിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മോണോ ഇതാക്കണം. ഇപ്പൊ ഇത് മോണോയിലെ കിടക്കണം, സ്റ്റീരിയോ ആക്കണം, എന്നാലേ ഈ 2 സൈഡ് ശബ്ദം കേൾക്കത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ കണ്ടില്ല, ഇതാണ് എന്നെ പറഞ്ഞാൽ മതി. കൺമശിക്കുന്നുണ്ട് 2 സൈഡ് സൗണ്ട് കേൾക്കാം, മനസ്സിലായത്? ഒരു സ്ട്രീമിങ്ങിലേക്ക് വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ കൂട്ടിയാൽ മതി. നീ നാളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യ്.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ, വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? നീ എന്നെ വിളിക്കണത് പോലെ തന്നെ തിരിച്ചു വിളിക്കണോ ബാക്കിയുള്ളവരും? അല്ല നീ പറയണത് പോലെ തിരിച്ചു പറയണോ ഞങ്ങളെല്ലാരും? ഞാൻ നിങ്ങളുടെ ചോദിച്ചത്, ഇവൻ പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പട്ടി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ? അല്ല ചില്ലറ കഴയല്ലേ അവന്റെ. അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ, എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് കരിവേപ്പില വെച്ച് സാധനം ഉണ്ടായിരുന്നല്ലോ പണ്ട് കേസ്, ഈ തെറി വിളിക്കണവന്മാര് മാത്രമായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. അധികം വിട്ട കേസാണ്, മനസ്സിലായ? ഇത് നീ പഴയതൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഒരു ഇതിലും വലിയ റാപ്പുകളൊക്കെ കേൾപ്പിച്ചു തരാൻ. പിന്നെ ഇപ്പൊ എന്റെ ഓഡിയൻസ് കുറച്ച് പേര് ഫാമിലി ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പാട്ടൊന്നും പാടുന്നില്ല. ഈ എത്ര വലിയ കുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണയാലും ഒരു മരുമില്ല, മനസ്സിലായില്ലേ? ഞാൻ അനക്കാ വിളിച്ചിട്ടുള്ളത് നായിന്റെ മോനെ. ആണോ? കൊലയാടി മോനെ. ഏത് അടിന്ന് പറയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്, നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ആരാ വിളിച്ചേ? നീ ഒന്ന് ചോദിച്ചു നോക്കിയേ ആരാ വിളിച്ചേന്ന് എന്റെ ഫോണില്. കാണിച്ചു കൊടുക്കട്ടെ? അല്ലല്ല കാണിക്കാം കൊടുക്കാം. അല്ല ഞാൻ വിളിച്ചിട്ട് അതുകൊണ്ട് ഇതുണ്ടെന്നോ? ഉറങ്ങിക്കിടന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിച്ചിട്ടേ. മണവാളൻ മെസ്സേജ് വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ട്. ഭയങ്കര വലിയവനാ നീ. മണവാൾ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോൾ 2 വട്ടം വിളിച്ചു, ഞാൻ എടുത്തു, സംസാരിച്ചു. ബ്രോ പറയുമ്പോ എല്ലാം പറയണ്ടേ? ആരാ വിളിച്ചത്, ആരാ ഇതാക്കിയെന്നൊക്കെ കാണണ്ടേ? മനസ്സിലായ? എനിക്കൊരു മരുമില്ല, നീ എന്ത് കൊള്ളേന് എനിക്കൊരു മരുമില്ല. ഞാൻ നിന്റെ അടുത്ത് എന്റെ വയല അറിയാം അതൊരു വേണം എന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു ഞാൻ സോറി ഞാൻ ക്ഷമ ചോദിക്കാനുണ്ട്. എനിക്ക് ഈ മരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. സോറി വെക്കാൻ റെഡിയായിരുന്നു. അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ. അപ്പൊ ഞാൻ ബ്രോ എന്റെ അറിയാതെ വേണമെന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രശ്നം ഞാൻ എന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ആവശ്യം എന്താ? പൂറി മോനെ, നീ ആരാന്ന് വെച്ചിട്ട് നിന്റെ കരിമ്പോ കണ്ണാടി പൂറി മോന്റെ എന്ത് കണ്ണാടി? പൂറി മോനെ, നീ ആരാന്ന് വെച്ചിട്ട് നിന്റെ കരിമ്പുറ പോലത്തെ കണ്ണാടി പൂറി മോന്റെ ഒരു ഗ്ലാസും വെറ്റിലെ പൂറ റിയാക്ഷൻ കണ്ട കുറെ ആൾക്കാരുണ്ട്. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അത്രല്ലേ ഉള്ളൂ, ഒരു ആണെന്ന് വിളിച്ചു. അതിന് അവനങ്ങ് കയറി കൊണച്ചു. നീ ആനാരാ? സിമ്പിൾ ആയിട്ട് ഞാൻ വാണെന്ന് വിളിച്ച് അതിനകത്ത് എനിക്ക് എത്ര ഫാൻസ് വെച്ചിട്ടുണ്ടെന്ന് അറിയോ? മൈര അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആര് ചോദിച്ചു? നിന്റെ അടുത്ത് ചോദിച്ചോ? നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോ? ഒന്ന് ഇതാക്കി കാണിച്ചു കൊടുത്തേ ഒന്ന്. പൂറി മോനെ, പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആദ്യം ഒരു വീഡിയോ നമുക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ, അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ റിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അതിൽ ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട്, മീഡിയ മൊത്തം ഉണ്ട്. അതിനെ കുറിച്ച് അവൻ എന്തോ പറയുന്നുണ്ട്. എന്തിപ്പോ സ്ട്രീമിങ് ഇപ്പൊ എല്ലാവരും സ്ട്രീമിംഗ് ആയി 4-5 പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. 4-5 പെണ്ണുങ്ങളെന്നൊന്നും ഞാൻ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. എടാ അത് എന്തേലും കുറ്റപ്പെടുത്ത് വേടാ. വീഡിയോ PO ഇടുമ്പോ എന്തേലൊക്കെ കുത്തി പറയണ്ടേടാ, എന്തെങ്കിലുമൊക്കെ കുത്തി പറയണ്ടേടാ. ഒരു വീഡിയോ അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്ത്. അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണത് എന്ത് വേണം എന്ന് പറയുന്ന സംഭവം അറിയാതെ നീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ കൂടെ നീ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ നീ ഡെയിലി ചേട്ടാന്ന് വിളിക്കുന്ന ഒരാള് നീ ഇവിടെ പോയിട്ട് വാണം ചേട്ടാ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ പുള്ളി അത് നിന്റെ മൂക്കൗണ്ട് അടിച്ച് പൊട്ടിക്കുവോ അതോ അതും കേട്ടോണ്ട് നിന്നെ മറ്റേ ഇതാക്കുവോ? വളരെ സൈഡിൽ കൂടെ മൈക്കിലൊന്നും കേൾക്കാതെ വാണം എന്ന് പറഞ്ഞു പോയെന്ന് എന്തൊരു എക്സ്ക്യൂസ് ആണോ വാണമേ? വന്നു പോയതോ? ഓക്കെ, അത് ഞാൻ സോറി ചോദിക്കാനോ ഓക്കെയാണ്, ഞാൻ ക്ഷമ ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണായിട്ട് ഒരാളെ തെറി വിളിക്കാനോ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ. അതിന് കയറി വന്നിരുന്നിട്ട് എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം പൂറി മോനെ നീ ആരാമാരാ ഓക്രിത്തരം കാണിച്ചാൽ ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. അതാദ്യം മനസ്സിലാക്ക്. അതാദ്യം നീ മനസ്സിലാക്കുക. അത് നീ നന്നായാൽ തന്നെ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ടി വരില്ല. നീ നന്നാവാത്തതാണ് പ്രശ്നം. നീ ഇങ്ങനെ നാട്ടിലൊക്കെ പോയി അനാവശ്യ വള്ളിയൊക്കെ പിടിച്ച്
ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. മനസ്സിലായ? വേറൊന്നുമല്ല പ്രശ്നം, ഇതുകൊണ്ടാണ് കേൾക്കേണ്ട വരുന്നേ. അത് നീ എന്താ ആലോചിക്കാത്ത മച്ചാനെ? അതും കൂടെ നീ അത് കൺസിഡറേഷനിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. അതൊന്ന് കൺസിഡറേഷനിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. എനിക്കറിയാം നീ ലൈവ് ഇട്ടിരുന്ന് കാണുന്നുണ്ടെന്ന് കൊച്ചു കള്ളൻ. എനിക്ക് അവനോടുണ്ടാവും. ലാസ്റ്റിലെ എല്ലാം ട്രിഗേർഡ് ആക്കി ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അച്ഛനോടുള്ള സ്നേഹം വിക്ടിം കാർഡായിട്ട് കൊണ്ടുവന്നു. അൾട്ടിമേറ്റ് സാധനം. നിങ്ങൾ ഫാൻസർ വിചാരിച്ചു എനിക്ക് ഫാൻസർ എത്ര പേരുണ്ട് നീ അവരുടെ അടുത്ത് പോയി ചോദിക്കും. നിന്റെ ഫാൻസറെ അടുത്ത് ചോദിക്കും. നമ്മള് ആണുങ്ങൾ തമ്മിൽ തീർക്കാം. വിഷയം എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ തന്തക്കോ എന്റെ വീട്ടുകാർക്കോ ആർക്കും വിളിക്കാൻ ഞാൻ പോയിട്ടില്ല. അല്ല നീയൊക്കെ പഠിപ്പിക്കണ പോലെ ഞാൻ തിരിച്ചു പറയണോടാ. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യണോ? ഇപ്പൊ നീ പറഞ്ഞ നീയൊക്കെ പറയണ രീതി ഞാൻ റിയാക്ട് ചെയ്യണോ? அது சரி அங்கிள் என்ன தப்பா பேசுறாங்க, எங்க அப்பாவை தப்பா பேசுறாங்க. സ്കൂൾ പസങ്ങ மாதிரி பேசிட்டு இருக்காங்க. നീ ചെയ്തോ, എനിക്ക് കുഴപ്പമുള്ളതല്ല, മനസ്സിലായില്ലേ? പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ തന്തൊക്കെ മരുന്ന് വിളിക്കരുത്. അത് വിളിക്കാൻ നിൽക്കണ്ട പൂർണ്ണമാനെ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നീ ബാക്കി എന്താ വെച്ച് ചെയ്, ആയിക്കോട്ടെ. ശരി. അച്ചിലോക്കി കുറിതൊട്ടമാണവേ. അവര് ആണുങ്ങളുടെ എന്തൊരു കേസ് പറഞ്ഞല്ലേ, ഞാൻ ഡിസ്കോഡിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കാവോ? വൈറ്റി ട്രോളില് എന്തോ ആണുങ്ങളുടെ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതും കൂടി ഒന്ന് കണ്ടിട്ട്. അതും കാണാനല്ല, അപ്പം എല്ലാം കാണാനല്ല. നീ എങ്ങനെ ഇത്രയും വലിയ തുക എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടുത്തെ ചെയ്യും. ഇത് മഹിതരുന്ന വാക്കാ, എന്റെ വാക്ക് മാറുന്ന പോണം. ഞാനില്ലേടാ. അയ്യോ ശിഖണ്ഡികള് രമേശ, ഞാൻ പണി പറഞ്ഞിട്ടാ. അരഹര മഹാരേ, ഇനിയിപ്പോ നമുക്ക് ഇനി കാര്യമില്ല, ഇനി സോറി പറഞ്ഞിട്ട് പോയി, ഇനി കാര്യമില്ല. സത്യമായിട്ട് റിപ്ലൈ പറയാനുള്ള മൂഡൂടെ പോയി എനിക്ക്, സത്യം പറയാലോ. പക്ഷെ ഞാനൊരു മാസത്തിലൊക്കെ വന്നതായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ മച്ചാനെ, എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവും കാര്യങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിലെ ED ബോക്സിങ് അതൊക്കെ ആയിട്ട് പോയാൽ പോരെ? നമ്മളുടെ ഫീൽഡിൽ അല്ല എന്തിനാ അല്ല എനിക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യമില്ല എനിക്ക് ഇതിനകത്തൊന്നും. പിന്നെ ഇത്രയും അപരാധം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് വന്ന് പറഞ്ഞത്, മനസ്സിലായ? കമന്റ്സ് നോക്ക്. അയ്യോ കമന്റ് വേണ്ട അതൊന്നും കാണണ്ട. എന്തിനാ? ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് ഈ ഇതെന്ത് മറ്റേ എന്ത് ഗ്യാങ്ങിന്റെ പേരെന്താ? PSG ഇവരുടെ ഗ്യാങ്ങിന്റെ പേരെന്തുവാ? എം സ്ക്വാഡ്. എനിക്ക് ഈ PSG ആയിട്ടും എം സ്ക്വാഡുമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങളുമായിട്ടൊന്നും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്ട്രീം ചെയ്ത് പൊക്കോ. എന്റെ ഇത്രേ കാര്യമുള്ളൂ, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതി അതാണ്. നിങ്ങൾക്ക് സ്ട്രീമർ ആയിട്ടൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോ. ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നിന്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ മച്ചാനെ. ഇന്ന് മറ്റവൻ എന്നെ ഉച്ചയ്ക്ക് വിളിച്ച് ഇത് മര്യാദയ്ക്ക് സോൾവ് ചെയ്തതാ, ഇത് മര്യാദയ്ക്ക് പറഞ്ഞ് എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് നിർത്തിയതാ. ഞാൻ ഇന്ന് ലൈവിൽ പോലും ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു. സത്യം പറയാം, ഇന്ന് ലൈവിൽ പോലും ഞാൻ ഇത് സംസാരിക്കില്ലായിരുന്നു. എനിക്ക് അതിന്റെ താല്പര്യം ഇല്ലായിരുന്നു ഇതിനകത്തോട്ട്. ഇത് രാവിലെ തൊട്ട്, ഞാൻ രാവിലെ ഉറക്കം എണ്ണീറ്റപ്പോൾ തൊട്ട് എല്ലാ ചാനലിലും മറ്റേ ചർച്ചയൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ മണ്ടന്മാരാകത്തേ ഉള്ളൂ. ഇവന്മാരുടെയൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കുണ്ടാക്കിയാല് ആർക്ക് പോയി? ഇവൻ ലൈവ് ഇടുമ്പോ അവന് റവന്യൂ കിട്ടും, ഞാൻ ലൈവ് ഇടുമ്പോ എനിക്ക് റവന്യൂ കിട്ടും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ തെറിയും വിളിച്ച് ചീത്തയും വിളിച്ചിരുന്നിട്ട് എന്ത് കിട്ടാന്? നിങ്ങളുടെ ടൈമാ വേസ്റ്റ് ആവണേ. ഗ്രോ അപ്പ്. സീരിയസ് ആയിട്ട് ഞാൻ പറയുക, ഗ്രോ അപ്പ്. ഇത് ഇങ്ങനെ വരും, ഇതിങ്ങനെ വരും. നമ്മളൊരു സൈഡിൽ ഒരു എന്റർടൈൻമെന്റ് ഓഡിയൻസിനെ എടുക്കുന്ന സമയത്ത് ലൈക്ക് ഈ ഇതല്ലേ ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നുള്ള ഒരു സാധനം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ ഗൈസ്? അതായത് ടോപ്പിൽ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നല്ല എക്സ്പോഷറിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഈ പറയണത് പോലെ അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ ചൊറിഞ്ഞാൽ, ഇത് ലിറ്ററലി എൻ്റെ അടുത്ത് പുള്ളി ഇന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊരു റേജ് ബെയ്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. കറക്റ്റ് ഞാൻ ആ ബെയ്റ്റിൽ കൊത്തിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ കിടക്കുമ്പോൾ പോലും ഞാൻ ഇതൊരു റേജ് ബെയ്റ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഞാൻ അതിനകത്ത് കറക്റ്റ് പോയി കൊത്തി കൊടുത്ത്. ഞാൻ ഇന്നലെ എൻ്റെ വൈഫിനോട് പറയായിരുന്നു, വേണ്ടായിരുന്നു, എന്തിനാ സംബന്ധിച്ച് അവോയ്ഡ് ചെയ്ത് കിട്ടാൻ മതിയായിരുന്നു. പക്ഷേ ഇന്ന് അവരെന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ,
അവർക്ക് അറിയൂലായിരുന്നു ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ ആ കോളിൽ തന്നെ ഉണ്ട് ഗൈസ്. നിങ്ങൾ ആ കോളിൽ നോക്കിയാൽ മനസ്സിലാവും. ആ കോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവരോട് പറഞ്ഞ് എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മണവാള, ഞാൻ ഇവിടെ നിർത്തി, എനിക്ക് ഇതൊന്നുമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇതായിക്കോ എന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. മനസ്സിലായ? അവിടെ പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി കുറച്ച് മുമ്പ് ഈ വീഡിയോ ഇട്ട് 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിയെ കോള് വിളിക്കുന്നത്, ഞാൻ ലൈവ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുള്ളി എന്നെ കോള് വിളിക്കുന്നത് ഉച്ചയ്ക്ക് 14-12 സോ ഇഷ്യൂ വൾഗറാക്കാനും ഇതാക്കാനും താല്പര്യമുള്ളവരാരാണെന്ന് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇവൻ ഇനി എന്തോ വേണാ ചെയ്തോട്ടെ, എനിക്ക് ഇതിനകത്ത് ജീവിതം കളയാൻ താല്പര്യമില്ല. നാളെ ഇൻസ്റ്റാഗ്രാം അല്ല, എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഇതിനകത്തും ഇങ്ങനെ കണ്ടന്റ് ആയിട്ടുള്ള വ്യൂസ് ഓഡിയൻസും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇത് ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാ. ഈ എന്താ പറയാ, ഇങ്ങനെ കോണ്ടന്റ് ഇട്ടാ ബ്രോ ഇപ്പൊ എനിക്ക് വേണ്ടി സംസാരിക്കാനും എനിക്കെതിരെ തെറി വിളിക്കാനും കുറച്ച് ആൾക്കാർ വരുമായിരിക്കും. ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. വളരെ കുറച്ച് ദിവസം മാത്രം. ഞാനിപ്പോ നാളെ നിനക്ക് ഒരു പട്ടി മൈൻഡ് പോലും ഞാൻ തരാതിരുന്ന എന്റെ ലൈവ് കാണുന്ന ഓഡിയൻസ് അവിടെ വരുന്നത് നിൽക്കും. മനസ്സിലായോ? അൺടിൽ നീ ഏതെങ്കിലും ഒരുത്തന്റെ സാമാനത്തിൽ പോയി വെറുതെ ഇങ്ങനെ ചൊറിയുന്നത് വരെ. അപ്പൊ അവരുടെ ആൾക്കാർ വരും. ഇതായിരിക്കും സംഭവിക്കാൻ പോണത്. ഇതല്ല മച്ചാനെ സോഷ്യൽ മീഡിയ മെക്കാനിസം. സോ നമ്മൾ പോസിറ്റീവ് എക്സ്പോഷറും നെഗറ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തിരിച്ചറിയാനുള്ളൊരു ബോധം വരണം. അത് തിരിച്ചറിയാനുള്ള ബോധം വന്നതിന് ശേഷമേ ബ്രോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ എനിക്കിതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇത്ര എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗൈസ് ഈ ഇതിനെ പറ്റി. ഏറ്റവും ലാസ്റ്റിൽ എൻ്റെ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കണത് ഏറ്റവും ശോകകരമായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ കാണണമെന്നോ ഇതാക്കണമെന്നോ ഒക്കെ പറയണതൊക്കെ ഉണ്ടായിരുന്നു. ബോക്സിംഗ് ഒക്കെ റിങ്ങിൽ, മനസ്സിലായോ? ബോക്സിംഗ് ഒക്കെ റിങ്ങിലും മറ്റേ ഇതിലൊക്കെ അതിനകത്ത് പോയി മറ്റേ ഫെഡറേഷനിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിന്നെ മറ്റേ 1v1 അടിച്ചിട്ട് എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എൻ്റെ വീട് ഇവിടെ പത്തനംതിട്ട തന്നെയാണ്. ഞാൻ മറ്റേ 100 പേരെ ഒന്നും വിളിച്ച് നിന്നെ തല്ലാനൊന്നും വരത്തില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? അതിൽ കൂടുതൽ വരുന്നില്ല. പിന്നെ നമ്മളെവിടെ തൃശ്ശൂരാണ് സ്ഥലമെങ്കിൽ തൃശ്ശൂർ പരിപാടികൾക്കൊക്കെ വരാറുണ്ട്. എനിക്ക് ഇവിടെ വന്നിരുന്ന് കൊണ പറയൽ മാത്രമല്ല എൻ്റെ ജോലി. എനിക്ക് നല്ലൊരു ബാൻഡ് ഉണ്ട്, ആ ബാൻഡിൽ കോൺസേർട്ട്സ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലും തൃശ്ശൂർ ഒരു കോളേജിൽ വന്നതേ ഉള്ളൂ. ഇനി എപ്പോഴും തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടെന്ന് സ്റ്റോറി കാണുന്ന സമയത്ത് ബ്രോ എന്നെ വിളിച്ചാൽ മതി. മണവാളൻ ഓൾറെഡി എന്നെ വിളിച്ചാണല്ലോ, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടേക്കുക. അതുകൊണ്ട് വേണമെങ്കിൽ നമ്പറും തരാം. ആ സമയത്ത് അവിടെ എങ്ങനെ വരുന്ന സമയത്ത് വിളിച്ചാൽ അവിടെ വന്നിരുന്ന് കാണാം. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രോ, മനസ്സിലായ? അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ വേറെ നിൻ്റെയൊക്കെ ഓൺലൈൻ റേജ് വെയിറ്റിന് ഡെയിലി ഇരുന്ന് കുരയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വന്ന് ചോദിക്കുക, സംസാരിക്കുക. നീ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നല്ലോ, ആമ്പിള്ളാരെ പോലെ. ആ സാധനം എനിക്ക് പറയുള്ളൂ. ആമ്പിള്ളാരെ പോലെ നേരെ വന്ന് നേർക്ക് നേരെ ചോദിക്കുക. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. മനസ്സിലായോ?